നിലവിൽ സ്വർണത്തിന് 3% GST. ദീപാവലിയോടെ GST നിരക്കുകൾ സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി സ്വർണത്തിന് GST 1% കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേന്ദ്രവും GST കൗൺസിലും ഇതിന് പച്ചക്കൊടി വീശിയാൽ സ്വർണവില കുറയും. ആഭരണ പ്രിയർക്ക് വൻ ആശ്വാസവും ഉണ്ടാകും. ലോകത്ത് ഏറ്റവും അധികം സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പ്രതിവർഷം 1000 ടണ്ണോളം സ്വർണം ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലെ വിലക്കയറ്റം ബാധിക്കുകയുണ്ടായി. നിലവിൽ ശരാശരി ഇറക്കുമതി 700 ടണ്ണായി കുറഞ്ഞിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ മാത്രം പവൻ വിലയിൽ 35,000 രൂപയിൽ അധികമാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇത് ഇടത്തരം കുടുംബങ്ങളെ, വ്യാപാരികളെ ഒരുപോലെ ബാധിച്ചുവെന്ന് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സ്വർണം വാങ്ങാൻ EMI സൗകര്യം അനുവദിച്ചാൽ സാധാരണക്കാർക്ക് അത് ഗുണം ചെയ്യും. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുമായി കേന്ദ്രം ചർച്ച നടത്താമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സ്വർണത്തിന് നിലവിൽ 3% GST. എന്നാൽ ഇതിനു പുറമെ ഉപഭോക്താവ് പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും നൽകുന്നുണ്ട്. ഫലത്തിൽ സ്വർണത്തിന്റെ അടിസ്ഥാന വിലയെക്കാളും കൂടുതൽ ഉയർന്ന വിലയിലാണ് ഇപ്പോൾ സ്വർണം ആഭരണമായി നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. ഉപഭോക്താവ് നൽകേണ്ടി വരുന്നത് അതിനിരട്ടിയായ പണവുമാണ്. GST പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്വർണത്തിന് GSTയും ഉപഭോക്താക്കൾക്ക് നേട്ടമുണ്ടാകുമെന്നും ഡിമാൻഡ് വിപണിയിൽ ഉഷാറാകുമെന്നും വ്യാപാരികൾ പറയുന്നു. GST നിലവിൽ 3-ൽ നിന്നും 2%-ലേക്കോ 1%-ലേക്കോ കുറയ്ക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്വർണ്ണ വിലയിലുണ്ടായ വൻ വർധനവ് നിരവധി ഉപഭോക്താക്കളെ സ്വർണ്ണ വിപണിയിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ തിരികെ എത്തിക്കാനും ഇത് സഹായിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു.